കൊറോണ വന്നേ പിന്നെ സീനാണ് ട്ടാ. ആകെ മൊത്തം ഡാർക്കാണ്. വീട്ടിലിരുന്ന് മടുത്ത്. എങ്ങനെ ഇറങ്ങാനാടാ? ആകെ മൊത്തം സ്പോട്ടല്ലേ? എങ്ങും ഇറങ്ങി പോവാനും പറ്റൂല. പെട്ടുപോയി. ഒരു സമൂഹ വ്യാപനം വന്നാലേ കളസം കയറും. ഏയ് അതൊന്നും കുഴപ്പമില്ലടാ. നമ്മളെ കൊറോണ ഇതിങ്ങനെ എടുത്തിട്ടേ ഇതിങ്ങനെ തീർത്തോളും. നടന്നതല്ല ഇതൊക്കെ തീർന്നായിരുന്നു. സോറി ഇതേടാ ഒരു സാധനം. കൊറോണ ചെയ്ത നല്ല കാര്യം ഈ നാട്ടിലെ സിനിമ തിയേറ്റേഴ്സ് പൂട്ടിച്ചത്. ഹലോ എടാ സന്ദീപ്, നിനക്കെന്താ സിനിമയോട് സിനിമാക്കാരോട് ഇത്ര പുച്ഛം? എടാ സിനിമ എന്ന് പറയുന്നതേ ഡയറക്ടർ അസിസ്റ്റൻസ്, പ്രൊഡക്ഷൻ ടീം, ലൈറ്റ് ബോയ്സ്, ജൂനിയർ ആർട്ടിസ്റ്റ്, അങ്ങനെ നമ്മളറിയാതെ പോകുന്ന ഒരുപാട് പേരുടെ കൂട്ടായ അധ്വാനവും കഷ്ടപ്പാടുവാ. നീ അത് മറക്കണ്ട. എടാ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോ സിനിമയും ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചപ്പോ അതുമൂലം വരുമാനം ഇല്ലാതായ എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? ഈ ലോക്ക്ഡൌൺ ഒന്ന് മാറണം, സിനിമയും ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് പുനരാരംഭിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിയുന്നവര്. പിന്നെ നിന്റെ ഈ കൊറോണ മോനെ, സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോഴും ടെലിവിഷൻ വന്നപ്പോഴും പിന്നെ ടി വിയിൽ ചാനലുകൾ ഒരുപാട് കൂടിയപ്പോഴും ഇന്റർനെറ്റ് പ്രചാരത്തിലായപ്പോഴും വ്യാജ സീഡുകൾ ഉണ്ടായപ്പോഴും ഒക്കെ ഒരുപാട് കേട്ട പല്ലവിയ സിനിമയുടെ കാലം കഴിഞ്ഞു. ഇതിനൊക്കെ അന്നാവ പറഞ്ഞവരോടൊക്കെ 1000 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് സിനിമകൾ ഇറക്കി ഇന്ത്യൻ സിനിമ എന്നേ മറുപടി പറഞ്ഞു കഴിഞ്ഞതാ. പിന്നെ ഇപ്പോഴത്തെ കൊറോണ കാലമൊക്കെ നമ്മൾ അതിജീവിക്കും. ആ അതിജീവനത്തിന്റെ കഥ സിനിമയായി നമ്മുടെ തന്നെ തിയേറ്ററുകളിൽ എത്തും. അന്നത് തിയേറ്ററുകളിൽ കാണാനായിട്ട് നീ ഉണ്ടാവണം അവിടെ. എന്തിനാണെന്നറിയോ? ലോക്ക്ഡൌണിൽ പെട്ടുപോയ യഥാർത്ഥ പാവങ്ങളുടെ വേദന എന്താണെന്നറിയാം. സ്വന്തം നാടും വീടും വിട്ട് വിദേശത്ത് കഴിയുന്ന പ്രവാസികളുടെ ആത്മനൊമ്പരങ്ങൾ അറിയാൻ, സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ നാടിനു വേണ്ടി സേവനം ചെയ്ത ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പോലീസുകാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സേവനത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വില എന്താണെന്നറിയാൻ, എല്ലാത്തിനുപരി നമുക്ക് കൈത്താങ്ങായി നിന്ന ഇവിടുത്തെ സർക്കാർ എന്താണെന്നറിയാൻ നീ വാ തിയേറ്ററിലേക്ക്. അയ്യോ ചേട്ടാ, ഇവൻ ചേട്ടനെ വട്ടാക്കാൻ വേണ്ടി മെസ്സേജ് ഫോർവേഡ് ചെയ്തേന്. ചേട്ടൻ സീരിയസ് ആയിട്ട് എടുക്കണ്ട. സിനിമയൊക്കെ നമുക്ക് ഇഷ്ടമാണ് ഭായി. നമ്മ തിയേറ്ററിൽ പോയി കാണാൻ കൊതിച്ചിരിക്കണേണ്. ചേട്ടൻ ഡയറക്ടറാണ്? ഞാൻ ഡയറക്ടറൊന്നല്ല, ഞാനൊരു ആക്ടറാ. ആണോ? ചേട്ടനെ ഏതൊക്കെ പടത്തിൽ അഭിനയിച്ചേക്കണ? അല്ല, അങ്ങനെ പടത്തിൽ അഭിനയിച്ചിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ ഓഡീഷനൊക്കെ പോകാറുണ്ട്. അടുത്ത് തന്നെ അഭിനയിക്കും. ഓഡീഷൻ തൊഴിലാളികൾക്ക് സിനിമ എത്ര ജീവനാണോ? എന്നാലും ആരാടി സിനിമക്കാരനു? നിനക്ക് മനസ്സിലായില്ലേ? എന്റെ ചേട്ടൻ അനു. ചേട്ടൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നോളടാ. റൂമിൽ കിടപ്പിട്ട് അടിയിൽ സെൽഫ് ക്വാറന്റൈനിലാണ്. എന്താടാ എന്താടാ എടാ സുശീൽ എടാ എടാ ഇവിടെ പോടാ, ഗെയിം ഫിനിഷ് ചെയ്തിട്ട് പോടാ. പിന്നെ ഈശ്വരാ, ഈ കൊറോണ ഒക്കെ മാറിയിട്ട് ഇനി ഇതെന്നും ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്യാനാ. ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് നാളെ എന്തോ പറയാം. എന്റെ പോണെന്തേ ഇത്ര പെട്ടെന്നാ? എന്ത് പറ്റി? എന്റെ പോണേണ? എടാ അവൻ അവിടെ ഇല്ലേ? സന്ദീപിനെ കണ്ടില്ല? അപ്പ എന്റെ പോണെന്തേ? 3 പേരും ഒരുമിച്ച് പോണെന്തേ? മഴ വന്നണ്ടാ? എന്ത് പണ്ടാറാണ്? സന്ദീപേ, സന്ദീപേ, ചേട്ടാ ഓഡീഷൻ എന്നാണ് ഇനി? ലോക്ക്ഡൌൺ അല്ലടാ, കണ്ടെയ്ൻമെന്റ് സോൺ ഒക്കെ അല്ല. ഓഡീഷൻ ഒന്നും ഇപ്പൊ ഉണ്ടാവില്ല. അതല്ല ഏട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. ഓഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ഫിലിം ഇല്ലേ? നമ്മൾ ഓഡീഷൻ തൊഴിലാളികളുടെ പടം. അതായത് കൊറോണ ഒക്കെ മാറിയിട്ടേ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങുള്ളൂ.
അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു ടീസർ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. 10 മിനിറ്റ്. ഓക്കെ ചേട്ടാ, ഞാൻ നോക്കാട്ടോ. ടീച്ചർ വന്നൂലേ, എന്നാ പിന്നെ അതൊന്ന് നോക്കാം. പെണ്ണിൻ പുറകെ പോയ നമ്മുടെ ജീവിതം പോകടില്ല. നിങ്ങൾക്ക് അവിടെ നിൽക്കട്ടെ മേരി. എനിക്കെന്ത് തരോ? എപ്പോഴും ഓഡീഷനൊക്കെ പോകാറുണ്ടോ? അതാണ് ഞാനിതുവരെ കാണാത്തത്. ഞാൻ കുറെ ഓഡീഷനൊക്കെ പോരാ. ഹായ് ചേട്ടാ. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിങ്ങളാണല്ലോ പ്രധാനം. അങ്ങനെയൊന്നുമില്ല ചേട്ടാ, എൻ്റെ കഷ്ടപ്പാടൊക്കെ ദൈവം ഇപ്പോഴാണ് കണ്ടത്. എന്തായാലും അടിപൊളി. ഇനിയിപ്പോ കുറെ സിനിമയൊക്കെ ഇട്ടുണ്ടാവുമല്ലോ. എന്നാലും താർക്കോനെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗോ കൊറോണ ഗോ. ഓ ആയിക്കോട്ടെ, എന്നാ ശരിയെന്നാ കാണാം. ആ ചേട്ടാ, മാസ്ക് ഒന്ന് വെച്ചിട്ട് പോയിക്കോ. അതിന്റെ ആവശ്യമില്ലടാ, ഇവിടെ പോലീസൊന്നും ഉണ്ടാവില്ലല്ലേ. അല്ല, പോലീസും സർക്കാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ടല്ലേ പറയണത്. അവർ നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ പറയണേ. അടിപൊളി. ഉപദേശിക്കല്ലേ. അപ്പോൾ ശരിയെന്നാ കാണാം. കൊറോണ കൊണ്ട് തന്നെ സഹിക്കാൻ മേല. കണ്ടില്ലേ, ആ പോയ ചേട്ടൻ്റെ വീട്ടിലും പ്രായമായവരും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ടാകും. പക്ഷെ നമുക്കാരെയും നന്നാക്കാൻ പറ്റൂല, സ്വയം നന്നാവാം. ഉപദേശിക്കാൻ എന്തെളുപ്പമാണല്ലേ. കോവിഡ് പ്രോട്ടോകോൾ 100% പാലിക്കണമെന്ന് പറയുമ്പോഴും അത് ഉപദേശിക്കുവാന്നവർ പോലും പാലിക്കാൻ മറന്നുപോകുന്ന ഒരു 10% ഈ 10% നമ്മളിലൂടെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് പണ്ട് ദൃശ്യത്തിൽ ജോർജ് കുട്ടി ചാൻ പറഞ്ഞതുപോലെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെയാണ്. കോവിഡ്-19 നമ്മുടെ കുടുംബത്തെയും അതിൻ്റെ സമാധാനത്തെയും തകർക്കാൻ പോകുന്നൊരു അതിഥി. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. നമുക്ക് വലുത് നമ്മുടെ കുടുംബമാണ്, വീട്ടുകാരാണ്. അവർക്ക് വേണ്ടി 100% പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാസ്കും ധരിച്ച് സാനിറ്റൈസർ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ചും ചീനക്കാരനായ അതിഥിയെ എന്നേക്കുമായി ഈ ഭൂലോകത്തു നിന്നും ഇല്ലാതാക്കാം. പതുക്കെ പതുക്കെ.